ഹൈ സ്റ്റുഡൻസ്, നമ്മൾ മാർക്കോവ് അനാലിസിസിൻ്റെ പ്രഡിക്ഷൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടത്. അപ്പോൾ അതിൽ നമ്മളിനി ഒരു മാർക്കറ്റ് ഷെയറിനെ പറ്റി, ഫ്യൂച്ചർ പീരീഡിലേക്ക് വരുന്ന മാർക്കറ്റ് ഷെയർ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യും എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു. പ്രഡിക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രഡിക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഫർദർ സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്നാണ് നോക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു പ്രോബ്ലം വെച്ച് തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്, പ്രഡിക്ഷനും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്: ദേശാഭിമാനി, മാതൃഭൂമി ആൻഡ് മലയാള മനോരമ. അപ്പോൾ ഈ 3 പത്രങ്ങളുടെയും ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഇത്. അപ്പം നമുക്കറിയാം ആ ഒരു മാർക്കറ്റിൽ 3 ഡെയിലീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 3 ഡെയിലീസിനും കൂടെ വന്നേക്കുന്ന കസ്റ്റമേഴ്സാണ് നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം 1000 ആയിരിക്കും. അതായത് ഈ ഒരു 3 വാല്യൂസും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന നമ്പറാണ് എന്ത്? ടോട്ടൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള 1000 ആണ് ഡിവൈഡ് ചെയ്ത് 3 ഡെയിലിയിലേക്കും പോയിരിക്കുന്നത്. ദേശാഭിമാനിയിൽ 240 പേര് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. മാതൃഭൂമി 480 ആണ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ മനോരമ 280 പ്രിഫർ ചെയ്യുന്നു. സോ ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യുന്നത്, പ്രഡിക്ഷൻ കാൽക്കുലേറ്റ്, അതായത് to calculate the probable share of total market likely to be held by each newspaper on March 1st. അപ്പോൾ നമ്മളിപ്പോൾ ജനുവരി ഫെബ്രുവരിയിൽ കഴിയുമ്പോൾ മാർച്ചിലെ കാര്യമാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ടോട്ടൽ പ്രപ്പോർഷനോട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുന്നത്തെ പ്രോബബിലിറ്റി ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഓരോന്നിൻ്റെയും ഷെയർ, ദേശാഭിമാനിയുടെ ഷെയർ എന്ന്, അതായത് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 240 കസ്റ്റമേഴ്സ്, 1000-ൽ 240 കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ദേശാഭിമാനിയാണ്. സോ 0.24 ആണ് പ്രപ്പോർഷൻ. മാതൃഭൂമി 0.48 ആൻഡ് മനോരമ 0.28 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ കോളം അല്ലെങ്കിൽ നമ്മുടെ റോ മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് നമ്മുടെ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി മെട്രിക്സ്. ഓക്കെ, പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ ഈ ഒരു മെട്രിക്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളവുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0.24 ആണ്. അപ്പോൾ 0.24 ഇൻറ്റു 0.8 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 0.24 ഇൻറ്റു 0.8 ചെയ്യുന്നു. അതേതാണ്? ദേശാഭിമാനീൻ്റെ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദേശാഭിമാനീൻ്റെ ഷെയർ ഓഫ് ദ മാർക്കറ്റ്, ദാറ്റ് ഈസ് 0.24 ഇൻറ്റു ദേശാഭിമാനി ടെൻഡൻസി ടു റീറ്റെയിൻ കസ്റ്റമേഴ്സ്. അപ്പോൾ ദേശാഭിമാനിയിൽ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുന്നത് 0.8 ആണ്. അവിടുത്തെ ഷെയർ എന്ന് പറയുന്നത് 0.24 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.192 എന്ന് നമുക്ക് കിട്ടും. ദെൻ അടുത്തത് മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമിൻ്റെ മാർക്കറ്റ് ഷെയറും ദേശാഭിമാനീൻ്റെ ടെൻഡൻസി ടു റീറ്റെയിൻ ദ മാർക്കറ്റ്, അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു 0.48 ഇൻറ്റു 0.09 അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് എത്രയാണ്? അത് നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നു? 0.043 എന്ന് കിട്ടുന്നു. അതേപോലെ തന്നെ തേർഡ് വാല്യൂ നമ്മൾ ചെയ്യുന്നു, ദിസ് 1 ഇൻറ്റു ദിസ് 1. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0.0328 എന്ന് കിട്ടുന്നു. അപ്പോൾ ദേശാഭിമാനീൻ്റെ ഷെയർ മാർച്ച് 1 ദേശാഭിമാനീൻ്റെ ഷെയർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു 3 വാല്യൂസും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.26 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റോ മെട്രിക്സ് ആണ്, ഒറ്റ റോ ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഇത് 3 ഇൻറ്റു 3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളാണ് നോക്കേണ്ടത്. 1 ഇൻറ്റു 3 ആണ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 1 റോ ആൻഡ് 3 കോളം. 1 ഇൻറ്റു 3 മെട്രിക്സ് ആണ്. അതേ ഇൻറ്റു 3 ഇൻറ്റു 3 മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 3 ഇൻറ്റു 3 മെട്രിക്സ്. 3 ഇൻറ്റു 3 മെട്രിക്സ് ചെയ്യുമ്പം നമുക്ക് എന്താ ശരിക്കും കിട്ടുക? 1 ഇൻറ്റു 3 മെട്രിക്സ് ആണ് കിട്ടുക. ദാറ്റ് ഈസ് നമ്മൾ ഈ ഒരു വാല്യൂ
ഈ ഒരു വാല്യൂ എടുത്താൽ മതി. അപ്പോൾ 1 × 3 മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 0.24 × 0.125 പ്ലസ് 0.48 × 0.9 പ്ലസ് 0.28 × 0.017 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ദെൻ തേർഡ് വൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 0.24 × 0.075 0.48 × 0.01 0.28 × 0.86 അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ മാർച്ച് 1 ദേശാഭിമാനിയുടെയും മാതൃഭൂമിയുടെയും മനോരമയുടെയും പ്രോസ്പെക്റ്റീവ് ഷെയർസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് ഷെയറുകൾ കണ്ടുപിടിക്കുമ്പം ചില പ്രൊഡക്റ്റുകൾക്ക് ചിലപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ് ആയിരിക്കാം നിൽക്കുന്നത്. So if the matrix of transition probability remains constant, that is, no action is taken by anyone to alter it, a steady state will be arrived at in due course of time. അപ്പം അതായത് ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ അത് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടോ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ടോ ചേഞ്ചസ് വന്നാൽ മാത്രമാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റിയിൽ മാറ്റം വരുന്നുള്ളൂ. അങ്ങനെ മാറ്റം വരാതെ ഒരു ഇൻഫ്ലുവൻസും വരാത്ത സിറ്റുവേഷനിൽ ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റി വിൽ റിമെയിൻ സെയിം. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന് എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. കാരണം അവിടെ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ കണ്ട എക്സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ ദേശാഭിമാനി, മാതൃഭൂമി, മനോരമ, these newspaper will become steady, and while exchange of customer would take place, the market share will remain solid. അപ്പോൾ അവിടെ ഒരു രീതിയിലുള്ള ഇൻ്റർഫിയറൻസ് വന്നില്ലെങ്കിൽ അവിടെ എന്താണ്? മാർക്കറ്റ് ഷെയർ സസ്റ്റെയിൻ ചെയ്യും, സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുന്നു. അതിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ആ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു റോ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്. ദേശാഭിമാനി, മാതൃഭൂമി, മലയാള മനോരമ. ആൻഡ് നമുക്ക് റിസൾട്ടിങ് മെട്രിക്സ് എന്ത് തന്നെ കിട്ടണം? ഇവിടുത്തെ ഈ മെട്രിക്സ് തന്നെ കിട്ടണം. കാരണം എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ആണ്, അവിടെ മാറ്റങ്ങൾ വരുന്നില്ല, അനുവദനീയമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന ആ വാല്യൂ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കിട്ടണം. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുവാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? 0.8D പ്ലസ് 0.9M പ്ലസ് 0.117. ദാറ്റ് ഈസ് ദിസ് കോളം. ഡി എന്ന് പറയുന്നത് ആ കോളമാണല്ലോ, ആ കോളമാണ്. ദെൻ അതായത് അതിൻ്റെ റീറ്റെയിനിങ് കസ്റ്റമർ ആൻഡ് ഗെയിൻ, റീറ്റെയിനിങ് ആൻഡ് ഗെയിൻ ആണ് എന്ത് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡി അത് എം എന്ന് പറയുന്നത് ഈ ഒരു കോളമായിരിക്കും, റീറ്റെയിനിങ് ആൻഡ് ഗെയിൻ. അപ്പോൾ 3 കോളം നമ്മളങ്ങനെ ഇക്വേഷൻ ഫോമാറ്റിലേക്ക് എഴുതി നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ദെൻ അടുത്തത് ഈ ഒരു ഇക്വേഷന് റിഡൻഡൻ്റ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ഇക്വേഷൻ ഇസ് റിഡൻഡൻറ്റ്. സോ ദ സം ഓഫ് 3 മാർക്കറ്റ് ഷെയർ ഈക്വൽ ടു 1. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 3 ഐറ്റംസ് ഉള്ള അല്ലെങ്കിൽ 3 ഡെയിലീസ് ഉള്ളതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഡെയിലിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? അത് നമ്മൾ ഇക്വേഷൻ്റെ ഒരു സോൾവിങ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4 1 എന്ന് കിട്ടി. ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അതിന് വേണ്ടി നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ റീറ്റെയിനിങ് ആയിട്ടുള്ള വാല്യൂ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു 1-ൽ നിന്ന്. ഇവിടെ the equation can be rewritten as by deducting the number of retained customer from 1. ഈ 1-ൽ നിന്നും റീറ്റെയിൻഡ് കസ്റ്റമേഴ്സിനെ മാത്രം നമ്മൾ കുറയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടുന്നു. അപ്പം മാതൃഭൂമിയുടേത് ദേശാഭിമാനിയുടെ ചെയ്യുമ്പം റിട്ടൻഷൻ എന്ന് പറയുന്നത് 0.8, മാതൃഭൂമിയുടെ റിട്ടൻഷൻ 0.9 ആൻഡ് മനോരമയുടെ റിട്ടൻഷൻ എന്ന് പറയുന്നത് 0.866 ആണ്. അപ്പോൾ അവിടെ മാത്രമാണ് ഇവിടെ ചേഞ്ചസ് വരിക. നെഗറ്റീവ് വാല്യൂ അവിടെ മാത്രം വരും. ഈ 3 എണ്ണത്തിൻ്റെയും റിട്ടൻഷനിൽ മാത്രം നെഗറ്റീവ് വാല്യൂ വരും. അപ്പോൾ നമ്മളത് റീഅറേഞ്ച് ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ 3 എണ്ണം ആയി തിരിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 3 അൺനോൺ വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡി ഉണ്ട്, ദേശാഭിമാനിയുടെ ഡി ഉണ്ട്, മാതൃഭൂമിയുടെ എം ഉണ്ട്, മലയാള മനോരമയുടെ MM ഉണ്ട്. 3 അൺനോൺ വേരിയബിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. 4 ഇക്വേഷൻ സോൾവ് ചെയ്യാനുമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ 2 ഇക്വേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ഇക്വേഷൻ നമ്മൾ എടുത്തു. ഈ ഇക്വേഷൻസ് നമ്മൾ എടുത്തു.
അപ്പോൾ ഇക്വേഷൻ സോൾവിങ് ആയിട്ട് നമുക്ക് പരിചയമുണ്ട്. ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3 വേരിയബിൾസ് വെച്ച് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല, 2 വേരിയബിൾസ് വെച്ച് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്, എലിമിനേഷനാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരെണ്ണത്തിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഡീനെ എടുക്കാം. അപ്പോൾ ഡീനെ കോമൺ ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 0.125 എന്ന വാല്യൂ ഈ ഒരു ഇക്വേഷനിലും വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഈ ഒരു ഇക്വേഷനെ മൊത്തത്തിൽ നമ്മൾ ഇൻറ്റു 0.125 ഡിവൈഡഡ് ബൈ 0.2 എന്ന് ചെയ്താൽ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു വാല്യൂ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് അവിടെ 0.125 എന്ന് ആവുകയുള്ളൂ. ഓക്കെ, അതിന് വേണ്ടി നമ്മളത് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ത്രൂ ഔട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ സോൾവിങ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ 0.125 ദാറ്റ് ഇസ് നെഗറ്റീവ്. ഓൾറെഡി അവിടെ നെഗറ്റീവ് കൊണ്ടിരുന്നു, അതുകൊണ്ടാണ് നെഗറ്റീവ് പ്ലസ് ബാക്കി വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ഇക്വേഷൻ 2 വിത്ത് ഇക്വേഷൻ 5. നമുക്കിപ്പോൾ കിട്ടിയ ഈ ഇക്വേഷൻ നമ്മൾ 5 എന്ന് പറയുന്നു. ദെൻ ഈ ഒരു ഇക്വേഷനെയും ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെയും കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുക. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഇത് പോസിറ്റീവ്, ഇവിടെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷൻ ചെയ്യണം. അപ്പോൾ അത് ക്യാൻസലായി പോയി. ബാക്കി നമുക്കുള്ളത് -0.1m ആൻഡ് ഈ 2 വാല്യൂസാണ് നമുക്കുള്ളത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് റിസൾട്ടിങ് ആയിട്ടുള്ളത് എങ്ങനെ കിട്ടി, ഇതാണ് നമ്മുടെ റിസൾട്ടിങ് വാല്യൂ എന്ന് പറയുന്നത്. റിസൾട്ടിങ് വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ 0.04375 m is equal to 0.09 mm എന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ എമ്മിനെ സോൾവ് ചെയ്തെടുത്ത് എന്താണ്, എമ്മിനെ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഡിനോമിനേറ്ററിലേക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് ഈ ഒരു വാല്യൂ വരും. അല്ലേ, 0.09ൻ്റെ ഡിനോമിനേറ്ററായിട്ട് 0.0437 വരും. ആ വാല്യൂ mm, ദാറ്റ് ഈസ് m എന്ന് പറഞ്ഞാൽ 2.0571 mm എന്നാകും. അപ്പോൾ m എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇത് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണ്, വേറെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനും കൂടെ നമുക്ക് എന്തിലെ m എന്ന ഫോമാറ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ 2നെ 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് എലിമിനേറ്റ് ചെയ്ത് എടുക്കുന്നു. അങ്ങനെ വരുമ്പം നമുക്ക് ഫൈനലായിട്ട് d ഈക്വൽ ടു, ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യുമ്പോൾ d ഈക്വൽ ടു 1.512 mm എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ m ഈക്വൽ ടു d ഈക്വൽ ടു 2 വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക് പോകണം. d പ്ലസ് m പ്ലസ് mm എന്നുള്ള ഇക്വേഷനിലേക്ക് പോകണം. ആ ഇക്വേഷനിൽ നമുക്കറിയാം, ആ ഇക്വേഷനിൽ നമുക്ക് ഈ ഒരു വാല്യൂസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി, ഫുള്ള് ഉള്ള ഇക്വേഷനായി മാറി. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് എന്തിൻ്റെ വാല്യൂ, mmൻ്റെ വാല്യൂ. സോ mmൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഡീൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും, ഡീൻ്റെ ഇക്വേഷനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ mmൻ്റെ വാല്യൂ ഇത് ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഡി കിട്ടും. അതേപോലെ തന്നെ mmൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു ഈ ഒരു വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് m കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ വാല്യൂസും സോൾവ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, ദേശാഭിമാനിയുടേത് ഈ വാല്യൂ, ദെൻ മാതൃഭൂമിയുടേത് 0.45 ആൻഡ് മനോരമയുടെ 0.218 ആണ്. ദെൻ ഇനി നമുക്കിത് ശരിയാണോ, നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യും, ഈ ഒരു വാല്യൂ ദാറ്റ് ഇസ് എ കോളം മെട്രിക്സ്, ദാറ്റ് റോ മെട്രിക്സ്. ആ റോ മെട്രിക്സിനെ നമ്മുടെ 3x3 മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടിങ് മെട്രിക്സ് എന്ത് തന്നെയായിരിക്കും, ഒരു റോ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ആ വാല്യൂവും ഈ ഒരു വാല്യൂ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ ആണ്. മാർക്കോവ് ചെയിനിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് അബ്സോർബിംഗ് കണ്ടീഷനെ കുറിച്ചാണ്. So a common type of Markov chain with transient state is an absorbing one. An absorbing Markov chain is a Markov chain in which it is impossible to leave some state and any state could reach such a state. അതായത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമ്മൾ പറയുന്നു അവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്നു. ബട്ട് അബ്സോർബിംഗ് സ്റ്റേറ്റിൽ നമ്മൾ എന്താണ് പറയുന്നത്, അബ്സോർബിംഗ് മാർക്കോവ് ചെയിനിൽ അവിടെ ഡിഫറൻസസ് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് ഓൾ നോൺ അബ്സോർബിംഗ് സ്റ്റേറ്റ് ഇൻ ആൻ അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ ആർ ട്രാൻസിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Mr. Rahim is a wholesaler of stationery goods. He supply goods on credit to his customers. അപ്പോൾ ക്രെഡിറ്റിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് റഹീം.
Then, due to difficulty in managing his receivables, he set apart the account receivables into two categories, 0 to 60 days, 61 to 180 days old. അപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് ഇയാളുടെ റിസീവബിൾസിനെ തിരിച്ചു. അതായത് ക്രെഡിറ്റിന് കൊടുക്കുന്ന ഒരാളാണ്, അയാളെ സംബന്ധിച്ച് റിസീവബിൾസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ റിസീവബിൾസിനെ ഇയാൾ 0 to 60 ഡേയ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ടും 61 to 180 ഡേയ്സ് എന്ന കാറ്റഗറി ആയിട്ടും രണ്ടായിട്ട് തിരിച്ചു. അക്കൗണ്ട് മോർ ദാൻ 180 ഡേയ്സ് ആർ കൺസിഡർ ആസ് ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്. അപ്പോൾ 180 മുകളിൽ വരുന്ന അക്കൗണ്ട്സുകളെ നമ്മൾ എങ്ങനെ പറയുന്നു? ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ആയിട്ട് കാണുന്നു. Then he follows the common practice of classifying customer accounts as per to oldest unpaid bill in the account. It is referred as the total balance method of aging accounts. Then this method of aging accounts receivable allows an account which is now in 61 to 180 days category to appear next month in 0 to 60 days category. Okay, അപ്പം അങ്ങനെ പറഞ്ഞു, അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞു. Then Mr. Rahim currently has 25,000 in his account receivables. He is too enthusiastic to know what amount he may expect to write off so that he can take suitable provisions. ബാഡ് ഡെപ്റ്റിന് പ്രൊവിഷൻ വെക്കാൻ വേണ്ടി അയാൾക്ക് എത്ര കളക്ട് ചെയ്യാൻ പറ്റും, എത്ര റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ പാസ്റ്റ് ഡാറ്റ വെച്ച് പറയുവാണെങ്കിൽ ഷോൺ ദാറ്റ് 50% ഓഫ് ദ അക്കൗണ്ട്സ് ആർ ക്ലിയർഡ് വിത്തിൻ 0 to 60 ഡേയ്സ്. 0 to 60 ഡേയ്സിൽ 50% ഓഫ് അക്കൗണ്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. വൈൽ 20% ലാപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ 61 to 180 ഡേയ്സ്. 20% അങ്ങനെ ആയിട്ടുണ്ട്. ദെൻ 40% ഗെറ്റ് പെയ്ഡ് ആയിട്ടുണ്ട്. ദെൻ 30% റിസൾട്ട് ഇൻ ബാഡ് ഡെപ്റ്റ്. 30% ബാഡ് ഡെപ്റ്റ് ആണ്. ദെൻ 20% ഷിഫ്റ്റ് ടു 0 to 60 days. 20% അങ്ങനെ ആയിട്ടുണ്ട്. ഓൾഡർ ബിൽ ഗെറ്റ് പെയ്ഡ് ആൻഡ് 10% കണ്ടിന്യൂ ഇൻ 61 to 180 days ക്ലാസ്. Finally, the accounts end up either as being paid or bad debt. Of the present accounts receivables on the amount 17,000 and in the 0 to 60 days classification and the balance is 61 120 days classification. ഇപ്പം ട്രാൻസിഷണൽ പ്രോബബിലിറ്റി മെട്രിക്സ് നമ്മൾ എഴുതുമ്പം പെയ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പെയ്ഡ് അക്കൗണ്ട് ഒരെണ്ണം മാത്രമാണ് പെയ്ഡ് അക്കൗണ്ട് ഉള്ളൂ, ബാക്കി മൂന്നും 0 ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നതോ? അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ ട്രാൻസിഷണൽ മെട്രിക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് 50% ഇവിടെ അക്കൗണ്ട്സ് ക്ലിയർഡ് ആണ്, 0 to 60 ഡേയ്സ് ആണ്. ദെൻ 20% ലാബ്സ് ആണ്, ദാറ്റ് ഇസ് 20%. ദെൻ 61 ഡേയ്സിൽ 40% ഗെറ്റ് പെയ്ഡ്, ഇവിടെ 40% ഗെറ്റ് പെയ്ഡ്. 30% റിസൾട്ട് ഇൻ ബാഡ് ഡെപ്റ്റ്, 30% റിസൾട്ട് ഇൻ ബാഡ് ഡെപ്റ്റ്. 20% ഷിഫ്റ്റ് ടു 0 to 60 ഡേയ്സ്, 20%. അതാണ് ഇവിടെ നമ്മുടെ ട്രാൻസിഷണൽ പ്രോബബിലിറ്റി മെട്രിക്സിൽ കാണിച്ചിരിക്കുന്നത്. Then from the above transition matrix we can see that the paid account remained a paid account and bad debt account remained as bad debt account. Here we want to know that there is no transition from a bad debt to any other state or from a paid account to any other state. ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും, ഒരു പെയ്ഡ് അക്കൗണ്ടും ബാഡ് ഡെപ്റ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിഷൻ വന്നിട്ടില്ല. പെയ്ഡ് അക്കൗണ്ട് പെയ്ഡ് ആയിട്ട് തന്നെയും ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ബാഡ് ഡെപ്റ്റ് ആയിട്ട് തന്നെയും റിമെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ. ദെൻ ultimately these are known as absorbing states or sinks. Okay, here we want to know that there is no transition from paid debt to any other state or from a paid account to any other state, and ultimately all accounts will end up as paid account or bad debt accounts. അപ്പോൾ ultimately എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഈ പെയ്ഡ് എല്ലാ അക്കൗണ്ടുകളും ഒന്നെങ്കിൽ പെയ്ഡ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറും. കാരണം എന്താ വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സോർബിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ നോട്ട് കൺസിഡറിങ് ദ പ്രോബബിലിറ്റി ഓഫ് റിട്ടൻഷൻ ആസ് 1. ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രോബബിലിറ്റി ഓഫ് റിട്ടൻഷനെ നമ്മൾ 1 ആയിട്ട് എടുത്തിരുന്നു. ഇവിടെ അങ്ങനെ എടുക്കുന്നില്ല. Mr. Rahim is interested to know the probability of a rupee in 0 to 60 days category or the 61 180 days category of receivables ultimate becoming a paid account or ending up as a bad debt. Then here we want to calculate 4 probabilities. നമുക്ക് 4 probabilities ആണ് കാണാനുള്ളത്. First of all we want to reroute the transition matrix with the state. നമ്മളൊരു ടേബിളിലേക്ക് മാറ്റമാണ് ചെയ്യുന്നത്. സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരുന്നു? 0 to 60 days, 61 to 180 days, 0 to 60 days and 61 to
180 ഡേയ്സ്. ഇത് പ്രോബബിലിറ്റീസ് ആണ്, നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ എഴുതിയത്. പെയ്ഡ് എത്രയാണ്? 0 ആണ്. ബാഡ് ഡെപ്റ്റ് 0 ആണ്. ദെൻ 0 to 60 ഡേയ്സിൽ പെയ്ഡ് എത്രയാണ്? 50% ആണ്. 61 to 180 ഡേയ്സിൽ പെയ്ഡ് എന്ന് പറയുന്നത് 40% ആണ്. ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 0 to 60 ഡേയ്സിൽ 0 ആണ്. 61 to 180 ഡേയ്സിൽ 30% ആണ്. ദെൻ ദിസ് ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മെട്രിക്സുകളെ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഓരോ മെട്രിക്സിന് നമ്മൾ പേര് കൊടുത്തു. MK 0 ആൻഡ് I എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതിനുശേഷം നമ്മൾ M എന്ന് പറയുന്ന മെട്രിക്സിനെ then we want to subtract M from an identity matrix. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ നിന്നും എമ്മിനെ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് റിസൾട്ടിംഗ് മെട്രിക്സിനെ നമ്മൾ R എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. R ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് M ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് R എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നു. അതിനുശേഷം നമ്മൾ ഈ R എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻവേഴ്സ് ഓഫ് R. അപ്പോൾ ആറിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അഡ്ജോയിൻ്റ് ഓഫ് R ബൈ A. മോഡുലസ് ഓഫ് A ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ A കണ്ടുപിടിക്കുന്നു. A എങ്ങനെ കണ്ടുപിടിക്കുന്നു? 0.7 ഇൻറ്റു 0.6, ദാറ്റ് ഈസ് 0.7 ഇൻറ്റു 0.9, ദാറ്റ് ഈസ് 0.63 മൈനസ് 0.2 മൈനസ് 0.2 ഇൻറ്റു മൈനസ് 0.2, ദാറ്റ് ഈസ് 0.04. അതാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമുക്കൊരു വാല്യൂ കിട്ടി 0.59 എന്ന്. ദെൻ നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോഫാക്ടർ ആണ് എടുക്കുന്നത്. കോഫാക്ടർ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡിജിറ്റിന് -1 റേസ് ടു 1 + 1, സെക്കൻഡ് ഡിജിറ്റിന് -1 റേസ് ടു 1 + 2, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. സോ കോഫാക്ടർ കണ്ടുപിടിച്ച് കഴിയുമ്പം നമുക്ക് മെട്രിക്സ്, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കോഫാക്ടർ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആറിൻ്റെ ഇൻവേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇൻവേഴ്സ് ഇങ്ങനെ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ഇൻവേഴ്സിനെ നമ്മൾ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ആണ് ഇവിടെ ചെയ്യുന്നത്? കെയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കെ മെട്രിക്സ്. ഈ കെ മെട്രിക്സായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ റിസൾട്ടിംഗ് മെട്രിക്സ് ഇതാണ് നമ്മുടെ റിസൾട്ടിംഗ് മെട്രിക്സ്. ഇവിടെ ഫസ്റ്റ് റോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ അക്കൗണ്ട് ഇൻ ദ 0 to 60 days category ending up either as paid account or as bad debt account. സെക്കൻഡ് റോ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് ആൻ അക്കൗണ്ട് ഇൻ 61-180 ഡേയ്സ് പെയ്ഡ് കാറ്റഗറി എൻഡിങ് അപ്പ് ആസ് പെയ്ഡ് അക്കൗണ്ട് ഓർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ദർ ഈസ് 0.8983 പ്രോബബിലിറ്റി. ഇത് നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 0 to 60 റെപ്രസെൻറ്റ് ചെയ്യുന്നു. സെക്കൻഡ് 61 to 180 റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്സോർബിംഗ് സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്.